ഒരു കാര്യം ഉറപ്പായി, ശ്രീലേഖ ശ്രീലേഖ എന്ന കൗൺസിലറും മുൻ IPS ഉദ്യോഗസ്ഥയായ കൗൺസിലറും MLA ആയ പ്രശാന്തും കോടതി കയറും. MLA ആയ പ്രശാന്തിൻ്റെ ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് ശ്രീലേഖ രംഗത്ത് വന്നതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഓഫീസ് താൻ വാടകയ്ക്കെടുത്തതാണെന്നും 872 രൂപ മാസം വാടക നൽകുന്നുണ്ടെന്നും വാടകയ്ക്ക് അഡ്വാൻസ് കോർപ്പറേഷനിൽ അടച്ചിട്ടുണ്ടെന്നും പ്രശാന്ത് വ്യക്തമാക്കി. കൃത്യമായി വാടക നൽകുന്ന താൻ ഓഫീസ് ഒഴിയില്ല എന്ന കടുംപിടുത്തത്തിലാണ് പ്രശാന്ത്. എന്നാൽ ശ്രീലേഖയും കടുംപിടുത്തത്തിലാണ്. പ്രശാന്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ശ്രീലേഖ. നിയമ നടപടികൾ അതിൻ്റെ മുറയ്ക്ക് പോകട്ടെ എന്നുള്ള മട്ടാണ് പ്രശാന്തിന്. ചുരുക്കത്തിൽ പ്രശാന്ത് ശ്രീലേഖ പോര് മുറുകുകയാണ്. ഇരു കൂട്ടരും വിട്ടുകൊടുക്കുന്നില്ല. ഒരുതരം വാശി രണ്ടുപേർക്കും ഉണ്ടായിരിക്കുന്നു. ശ്രീലേഖയുടെ പിന്നിൽ BJP ഇല്ലെങ്കിലും നമ്മുടെ ശബരിനാഥൻ ഇപ്പോൾ ശ്രീലേഖയ്ക്ക് അനുകൂലമായി എത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാരെ പോലും അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് ശ്രദ്ധേയം. കോൺഗ്രസ്സിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിർണായക സ്വാധീനമൊന്നും ഇപ്പോഴുമില്ല. കുറേ സീറ്റുകൾ അവർക്ക് കൂടുതൽ നേടാൻ സാധിച്ചു എന്നതൊഴിച്ചാൽ പ്രതീക്ഷിച്ച പല സീറ്റുകളിലും അവർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ശബരിനാഥൻ ശ്രീലേഖയെ പിന്തുണച്ചുകൊണ്ട് കട്ട സപ്പോർട്ടുമായി രംഗത്ത് എത്തിയതോടെ രാഷ്ട്രീയ മാനങ്ങൾ ഏറെ വരികയാണ് പ്രശാന്ത് ശ്രീലേഖ പോരിന്. പ്രശാന്തും ശ്രീലേഖയും തമ്മിലുള്ള പോര് കോടതി കയറി ഇറങ്ങും എന്നുള്ളത് ഉറപ്പായി. എന്തു വന്നാലും മാർച്ച് അവസാനം വരെ ഓഫീസ് മാറില്ല എന്ന് പ്രശാന്ത് പറഞ്ഞു കഴിഞ്ഞു. ശ്രീലേഖ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞു. ശ്രീലേഖ പ്രശാന്തിനെ കണ്ട് സംഭവങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. പ്രശാന്ത് തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. ശ്രീലേഖ പറയുന്നത് പ്രശാന്തിനോട് ഓഫീസ് ഒഴിഞ്ഞു തരാൻ താൻ അപേക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ്. തൻ്റെ സഹോദരനോട് പറയുന്നത് പോലെയാണ് പ്രശാന്തിനോട് പറഞ്ഞത് എന്നാണ്. പക്ഷേ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഓഫീസ് അത് മാറാൻ പ്രശാന്തിന് കഴിയില്ല. തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലത്താണ് പ്രശാന്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെ അതിൻ്റെ മുകളിലത്തെ നിലയിൽ കൗൺസിലർക്കും ഓഫീസുണ്ട്. അത് ശ്രീലേഖയ്ക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ശ്രീലേഖയ്ക്ക് തൻ്റെ ഓർഡർലി ആയിട്ട് 2-3 പേരെ വയ്ക്കണം. അവിടെ ഇരുന്ന് കൗൺസിലർ എന്ന നിലയിൽ ഭരിക്കണം. ശ്രീലേഖയ്ക്ക് അനുകൂലമായി BJP നേതാക്കൾ അല്ലെങ്കിൽ ശ്രീലേഖയെ സംരക്ഷിക്കാൻ BJP നേതാക്കൾ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാത്രമാണ് ശ്രീലേഖയ്ക്ക് അനുകൂലമായ നിലപാടുമായി വന്നത്. അദ്ദേഹം പറഞ്ഞത് ബബ്ബ കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് സ്ത്രീ വിരുദ്ധതയാണ് പ്രശാന്ത് കാണിക്കുന്നത് എന്നാണ്. ഇതിലെന്ത് സ്ത്രീ വിരുദ്ധതയാണ് ഉള്ളത് എന്ന ചോദ്യം ബാക്കി. ശ്രീലേഖ പ്രശാന്തുമായി ഇങ്ങനെ ഒരു യുദ്ധത്തിന് ഇറങ്ങരുതായിരുന്നു എന്ന അഭിപ്രായം BJPയിലെ ഒരു വിഭാഗത്തിനുണ്ട്. മേയർ VV രാജേഷ് അവിടെയും ഇവിടെയും തൊടാതെയാണ് ഈ വിഷയത്തിൽ ഉരുണ്ട് കളിച്ചത്. എന്തായാലും ശ്രീലേഖ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ശ്രീലേഖ പോലീസ് സേനയിലിരുന്നപ്പോഴും ഇങ്ങനെയായിരുന്നു. കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ശ്രീലേഖ. അതുകൊണ്ട് തന്നെ അവർക്ക് ശത്രുക്കളുമുണ്ടായി. പക്ഷേ പ്രശാന്തും കർക്കശനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറുകയാണ് ഇപ്പോൾ. പ്രശാന്ത് പൊതുവെ ജനകീയനായ MLA ആണ്. പ്രശാന്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തെ കാണാനായി ഒരുപാട് പേർ ദിവസവും വരുന്നുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു MLA എന്ന നിലയിൽ വട്ടിയൂർക്കാവിൽ ജനകീയനായി നിൽക്കുകയാണ് പ്രശാന്ത്. അതിനിടയിലാണ് ശ്രീലേഖയുമായി പോരടിക്കേണ്ട അവസരം പ്രശാന്തിന് വന്നു ചേർന്നത്. തലസ്ഥാനത്തെ മുതിർന്ന CPM നേതാക്കളെല്ലാം പ്രശാന്തിന് പിന്തുണ പ്രഖ്യാപിച്ചു.
വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രൻ MLA-യും ജില്ലാ സെക്രട്ടറി വി ജോയിയും ഒക്കെ പ്രശാന്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ആ ഒരു പിന്തുണ പാർട്ടിയിൽ നിന്ന് ശ്രീലേഖയ്ക്ക് കിട്ടിയില്ലെങ്കിലും ശബരിനാഥന്റെ പിന്തുണ ധാരാളം. ശബരിനാഥന് ഇതെന്ത് പറ്റി എന്ന് മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ് കോൺഗ്രസ്. സംഭവം പ്രശാന്തും ശ്രീലേഖയും തമ്മിലുള്ള തർക്കമാണ്. അതിൽ ഇടപെടേണ്ട കാര്യം ശബരിനാഥന് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭൂരിപക്ഷ അഭിപ്രായം. പക്ഷേ ശബരിനാഥൻ ഇടപെട്ടു. കോൺഗ്രസ് പാർട്ടിയെ തന്നെ ആ ഇടപെടൽ വെട്ടിലാക്കി. പലയിടത്തും കോൺഗ്രസ് BJP ധാരണ മറനീക്കി പുറത്തു വരുന്ന സന്ദർഭത്തിൽ ഈ സംഭവം ശബരിനാഥൻ ശ്രീലേഖ പ്രശാന്ത് സംഭവത്തിൽ ഇടപെട്ടത് കോൺഗ്രസിന് വലിയ നാണക്കേടായി മാറി. ശബരിനാഥൻ പറഞ്ഞത് പ്രശാന്തിന് MLA ഹോസ്റ്റലുണ്ട്, അവിടെ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യവുമുണ്ട്, എന്തിനാണ് ശാസ്തമംഗലത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്നാണ്. പ്രശാന്ത് ഈ ഓഫീസ് തുറന്നിട്ട് 10 വർഷത്തിൽ ഏറെയാകുന്നു. പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഓഫീസ് അദ്ദേഹം കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ഓഫീസാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വിട്ടുകൊടുക്കില്ല എന്നുള്ളതും ഉറപ്പാണ്. കാരണം ആ ഓഫീസിലാണ് പ്രശാന്തിനെ തേടി ജനങ്ങൾ ഒഴുകിയെത്തുന്നത്. ജനകീയ MLA എന്ന നിലയിൽ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ ജീവിതത്തിൽ ആദ്യമായി, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായി പ്രശാന്ത് ഒരു വിവാദത്തിൽ ഉൾപ്പെടുകയാണ്. സാധാരണ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ശീലമാണ് പ്രശാന്തിന്. അദ്ദേഹം മേയറായിരുന്നപ്പോഴും വിവാദങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. അദ്ദേഹം മേയർ എന്ന നിലയിൽ സ്തുത്യർഹമായ പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചത്. പ്രളയകാലത്ത് മേയർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനമൊക്കെ ശ്രദ്ധേയമായിരുന്നു. പ്രശാന്തിന് പിന്നിൽ യുവാക്കളുടെ ഒരു നിര തന്നെയുണ്ട്. അതാണ് പ്രശാന്തിൻ്റെ വലിയ വിജയം. CPM കണ്ട മികച്ച സംഘാടകരിൽ ഒരാളാണ് പ്രശാന്ത് എന്നതിൽ യാതൊരു സംശയവുമില്ല. വട്ടിയൂർക്കാവ് പൊതുവെ NSS പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ്. അവിടെ നിന്ന് അദ്ദേഹം 2 തവണയാണ് വിജയിച്ച് കയറിയത്, ഉപതെരഞ്ഞെടുപ്പിലും അല്ലാതെയും. പ്രശാന്തിൻ്റെ ഭൂരിപക്ഷം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും കൂടുകയായിരുന്നു എന്നതും ശ്രദ്ധേയം. വട്ടിയൂർക്കാവിൽ ഇനി മത്സരിക്കാൻ പോകുന്നത് ശ്രീലേഖയാണ് എന്നുള്ളതും ശ്രദ്ധേയം. ഈ സാഹചര്യത്തിൽ ശ്രീലേഖ സ്വയം വിളിച്ചു വരുത്തിയ പ്രശാന്തിനെതിരെ ഒരു രാഷ്ട്രീയ കളി കളിച്ചതാണോ എന്ന സംശയമാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. കാരണം ശ്രീലേഖ ആ ഓഫീസിൽ തന്നെ ഇരിക്കണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന വേറെ ഏതോ ഓഫീസിൽ വേണമെങ്കിലും ശ്രീലേഖയ്ക്ക് ഇരിക്കാം. MLA-യുടെ ഓഫീസിൽ തന്നെ കയറിയിരിക്കണം എന്നൊരു വാശി ശ്രീലേഖ പ്രകടിപ്പിച്ചത് തെറ്റായിപ്പോയി എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അല്ലെങ്കിൽ മാധ്യമശ്രദ്ധ നേടാനുള്ള ശ്രീലേഖയുടെ വറാട്ട് നാടകമാണ് എന്ന് വേണം ഇതിനെ കരുതാൻ. എന്തായാലും പ്രശാന്ത് ശ്രീലേഖ പോര് കോടതി കയറി ഇറങ്ങും.